ക്ഷേത്രങ്ങളും അവയുടെ പരിസരങ്ങളും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണ പരിപാടികൾക്കായി ഉപയോഗിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള കേരള ഹൈക്കോടതിയുടെ വിധി ഒരു പുതിയ ചർച്ചയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ്. മതപരമായ സ്ഥാപനങ്ങളുടെ പവിത്രതയും രാഷ്ട്രീയത്തിന്റെ അതിപ്രസരവും തമ്മിലുള്ള അതിർവരമ്പുകളെ കുറിച്ചുള്ള ഈ വിധി സമൂഹത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നു. തിരുവിതാംകൂർ, കൊച്ചിൻ, മലബാർ ദേവസ്വം ബോർഡുകൾക്ക് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് നൽകിയ നിർദ്ദേശം ക്ഷേത്രാങ്കണത്തിൽ രാഷ്ട്രീയ ഇടപെടലുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പായി കണക്കാക്കപ്പെടുന്നു. എറണാകുളം മരട് സ്വദേശി എൻ പ്രകാശ് നൽകിയ ഹർജിയാണ് ഈ വിധിക്ക് ആധാരമായത്. ക്ഷേത്രങ്ങളിൽ നടന്ന ചില സംഭവങ്ങളെ ചൂണ്ടിക്കാട്ടിയാണ് ഹർജിക്കാരൻ കോടതിയെ സമീപിച്ചത്. ഇതിൽ പ്രധാനപ്പെട്ടവ കഴിഞ്ഞ ഏപ്രിലിൽ ഉത്സവത്തോടനുബന്ധിച്ച് ഗസൽ ഗായകൻ അലോക്ഷി വിപ്ലവഗാനം ആലപിച്ചത്, KPSCയുടെ നിങ്ങളെന്ന കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം അവതരിപ്പിച്ചത്, വിവാഹ ചടങ്ങിനിടെ SFIക്ക് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ചത്. ഈ സംഭവങ്ങൾ ക്ഷേത്രങ്ങളുടെ പവിത്രതയെ ഹനിക്കുന്നതും രാഷ്ട്രീയ പ്രചാരണത്തിന്റെ ഭാഗവുമാണെന്ന് ഹർജിക്കാരൻ വാദിച്ചു. ഹർജിയെ എതിർത്തുകൊണ്ട് ദേവസ്വം ബോർഡുകൾ കോടതിയിൽ ഉന്നയിച്ച വാദങ്ങൾ ശ്രദ്ധേയമായിരുന്നു. ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ടതല്ലാത്ത പരിപാടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നാണ് ബോർഡുകൾ വാദിച്ചത്. ഉത്സവ പരിപാടികളടക്കം ട്രസ്റ്റുകളുടെ നിയന്ത്രണത്തിലാണെന്നും ഇത്തരം പരിപാടികൾ ഒട്ടേറെ ആളുകൾ ആസ്വദിക്കുന്നതാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഈ വാദങ്ങളെ ഹൈക്കോടതിയിലെ ജസ്റ്റിസ് V രാജവിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരടങ്ങിയ ദേവസ്വം ബെഞ്ച് തള്ളിക്കളഞ്ഞു. മതസ്ഥാപനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് നിരോധിക്കുന്ന 1988 നിയമത്തിലെ 3-ാം വകുപ്പ് ക്ഷേത്ര പരിസരങ്ങൾ രാഷ്ട്രീയ പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നത് വിലക്കുന്നുണ്ടെന്ന് കോടതി വിലയിരുത്തി. കൂടാതെ ക്ഷേത്രങ്ങളിൽ രാഷ്ട്രീയത്തിന് സ്ഥാനമില്ലെന്ന് മുൻ ഉത്തരവുകളിൽ ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ദേവസ്വം ബെഞ്ച് ഓർമ്മിപ്പിച്ചു. ഈ വിധി മതപരമായ സ്ഥാപനങ്ങളെ രാഷ്ട്രീയ ഇടപെടലുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള ശക്തമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. ക്ഷേത്രങ്ങൾ ആത്മീയവും സാംസ്കാരികവുമായ കേന്ദ്രങ്ങളാണ്. അവയെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ആത്മീയ അന്തരീക്ഷത്തെ തകർക്കുമെന്നും ഭക്തരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഉത്സവങ്ങൾ, നാടകങ്ങൾ, സംഗീത പരിപാടികൾ തുടങ്ങിയ ക്ഷേത്രങ്ങളുടെ ഭാഗമാണെങ്കിലും അവ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾക്കും പ്രചാരണങ്ങൾക്കും വേദി ആകരുതെന്ന് കോടതി വ്യക്തമാക്കി. ഈ വിധി കേരളത്തിലെ ക്ഷേത്ര ഭരണ സംവിധാനങ്ങളിലും ഉത്സവ ആചാരങ്ങളിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. ദേവസ്വം ബോർഡുകൾ, ക്ഷേത്ര കമ്മിറ്റികൾ, ട്രസ്റ്റുകൾ എന്നിവർ ഇനി മുതൽ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടി വരും. രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത് ഒരു താക്കീതാണ്. വിധി വന്നതോടെ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങൾ ഉയർന്നു. ക്ഷേത്രങ്ങളുടെ പവിത്രത സംരക്ഷിക്കപ്പെടണമെന്നും രാഷ്ട്രീയ അതിപ്രസരം മതപരമായ കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കണമെന്നും വാദിക്കുന്നവർ ഈ വിധി സ്വാഗതം ചെയ്തു. ഇത് ക്ഷേത്രങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടി. കലാരൂപങ്ങളെയും സാംസ്കാരിക പരിപാടികളെയും രാഷ്ട്രീയവൽക്കരിക്കുന്നത് ശരിയല്ലെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. നിങ്ങളെന്ന കമ്മ്യൂണിസ്റ്റാക്കി പോലുള്ള നാടകങ്ങൾ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രത്തെയും സാമൂഹ്യ മാറ്റങ്ങളെയും പ്രതിഫലിക്കുന്നതാണെന്നും അവയെ രാഷ്ട്രീയത്തിന്റെ പേരിൽ വിലക്കുന്നത് സാംസ്കാരിക സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും ഇവർ വാദിച്ചു. ഈ വിധി കേവലം ക്ഷേത്രങ്ങളിലെ രാഷ്ട്രീയ പ്രചാരണത്തെക്കുറിച്ചുള്ള ഒരു ഉത്തരവ് മാത്രമല്ല, മറിച്ച് മതവും രാഷ്ട്രീയവും തമ്മിലുള്ള അതിർവരമ്പുകൾ എത്രത്തോളം കർശനമായി പാലിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു വിശാലമായ ചർച്ചയുടെ തുടക്കം കൂടിയാണ്.